ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഭഗവത്ഗീത ജ്ഞാനയജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. 137 ദിവസമാണ് ഇന്ന്. 12-ാം അധ്യായം. അർജുനൻ ഭഗവാനോടൊരു ചോദ്യം ചോദിക്കുന്നു. ഈശ്വരനെ ഭജനത്തിന് വിഷയമാക്കേണ്ടത് എങ്ങനെയാണ്? നിർഗുണമാണോ സഗുണമാണോ? ഇതിലേത് ആരാധനയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്? സഗുണ ആരാധനയാണോ നിർഗുണ ആരാധനയാണോ? എന്താണ് സഗുണ ആരാധന? ഈശ്വരനെ, പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായിട്ടുള്ള ആ സത്യത്തെ ഏതെങ്കിലും വിധത്തിലുള്ള ഗുണങ്ങളോടുകൂടി ഗുണങ്ങളെ കൽപ്പിച്ച് അതിൽ ആരാധന ചെയ്യുന്നതാണ് സഗുണ ആരാധന. ഈ സഗുണ ആരാധനയിൽ ഒരിക്കലും ഈ കൽപ്പിച്ച ആ വസ്തുവാണത് എന്ന് ഒരിക്കലും കരുതുന്നില്ല. അങ്ങനെയല്ല സഗുണ ആരാധനയിൽ. ആരെങ്കിലും അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മയാണ്. വിവേകാനന്ദ സ്വാമികൾ എപ്പോഴും പറയാറുള്ള ഒന്ന്, കല്ല് ഈശ്വരനാണ്. എന്തുകൊണ്ടാണ് കല്ല് ഈശ്വരനാവുന്നത്? അതായത് എല്ലാം ഈശ്വരനാണ് എന്ന് വരുമ്പോൾ പിന്നെ കല്ല് ഈശ്വരനല്ലാതിരിക്കുമോ? ഈശാവാസ്യം ഇദം സർവം എന്ന ഉപനിഷത്ത് പ്രമാണം അനുസരിച്ച് കല്ലും ഈശ്വരനാണ്, സർവ്വതും ഈശ്വരനാണ്. അപ്പോൾ സ്വാമിജി എപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കല്ല് ഈശ്വരനാണ്, മറിച്ച് ഈശ്വരൻ കല്ലല്ല. ചിലരെ സംബന്ധിച്ച് ഈശ്വരൻ ഒരു കല്ലാണ്. അത് ക്ഷേത്രത്തിനകത്തിരിക്കുന്ന കല്ല, അതും അതാണ്. അപ്പോൾ ആ ആരാധനയിൽ അതൊരു പ്രതീകമാണ്, അത് വിട്ടുപോകരുത്. അങ്ങനെയുള്ള പ്രതീകങ്ങൾ കേവലം ശിലയിൽ മാത്രമല്ല, കല്ലിൽ മാത്രമല്ല, അത് മരത്തിലാകാം, ലോഹത്തിലാകാം, പേപ്പറിലാവാം, ഏത് രൂപത്തിൽ വേണമെങ്കിലാവാം. അതെല്ലാം അതിലേക്ക് കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അനേക കൽപ്പനകളുണ്ട്. ആ ആരാധന എന്ന് പറയുന്നത് അതിലൂടെ അത്രയേ ഉള്ളൂ, അതിനെ ഓർമ്മിപ്പിക്കുന്നു. ഇപ്പം നമ്മൾ ചിലത് ഈ റോഡിലൊക്കെ ഉള്ള സൈൻ ബോർഡുകളുണ്ട്. ആ സൈൻ ബോർഡ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവറെ ഓർമ്മിപ്പിക്കുന്നതാണ് പലതും. ഇവിടെ ഹമ്പുണ്ട്, ഇവിടെ ഹെയർ പിൻ വളവുണ്ട്, ഇവിടെ നാരോ ബ്രിഡ്ജുണ്ട്, ഇവിടെ കയറ്റമുണ്ട്, ഇവിടെ ഇറക്കമുണ്ട്, ഇവിടെ ലാൻഡ് സ്ലൈഡ് ഉണ്ട്, ഇവിടെ ഇന്നെന്ന മൃഗങ്ങളൊക്കെ ക്രോസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊക്കെ സൈൻ ബോർഡുകളുണ്ട്. ഗ്യാസ് സ്റ്റേഷൻ, പെട്രോൾ പമ്പുണ്ട്, ഹോട്ടലുകളുണ്ട്, എല്ലാം. ഇതെല്ലാം നമ്മുടെ സ്മൃതിപഥത്തിലേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടതിനെ ഉണർത്താൻ ഉപയോഗിക്കുന്നതാണ്. അത്രയേ ഉള്ളൂ. അങ്ങനെയാണ്. അതാണ് ഈ വിഗ്രഹ ആരാധനയുടെ താല്പര്യം എന്ന് പറയുന്നത്. അതാണ്. അതുകൊണ്ടാണ് ആ വിഗ്രഹത്തിൽ എങ്ങനെയാണ് അതൊക്കെ സിംബോളിക്കായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നതിൽ വളരെ പ്രസിദ്ധമായിട്ട് നമുക്കെല്ലാവർക്കും പരിചയമുള്ള കുറേ കാര്യങ്ങളുണ്ട്. പല പ്രഭാഷണങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ അത് വീണ്ടും സന്ദർഭമായി വരുന്നു എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. ഇപ്പം കൗസ്തുഭം, ശ്രീവത്സം, വനമാല, ശംഖ്, ചക്രം, ഗദ, പത്മം, മഞ്ഞപ്പട്ട്, പൂണൂല്, കിരീടം, ഇതെല്ലാം ആരാധനയ്ക്ക് വിഷയമാണ്. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം റെപ്രസെൻറ്റേഷനാണ്, പ്രതീകങ്ങളാണ്. അപ്പോൾ കൗസ്തുഭത്തെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക? കൗസ്തുഭ വ്യപദേശേന സ്വാത്മജ്യോതിർ ബിഭർത്യച. കൗസ്തുഭം എന്ന് പറയുന്നത് അതൊരു എന്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്? സ്വാത്മജ്യോതി എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായിട്ടുള്ളതിനെ ആണ് അവിടെ എന്തു പറയുന്നത്? കൗസ്തുഭം എന്ന് പറയുന്നത്. അപ്പോൾ കൗസ്തുഭം ഒരു മാലയാണ്. അപ്പോൾ ആ മാല റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇന്നതിനെയാണ്.
കൗസ്തുഭ വ്യപദേശേന, അതുകൊണ്ട് വ്യപദേശിക്കുന്നത് സ്വാത്മജ്യോതി, സ്വാത്മജ്യോതിയാണ്. തത് പ്രഭാ വ്യാപിനി സാക്ഷാത് ശ്രീവത്സമുരസ വിഭു. ഭഗവാന്റെ ശ്രീവത്സം എന്ന രണ്ടാമത്തെ മാലയും മറുകും ഒരു മാലയായിട്ടാണ് പരിഗണിക്കുന്നത്. അതെന്താണത്? തത് പ്രഭ. ഏതിൻ്റെ പ്രഭ? കൗസ്തുഭത്തിൻ്റെ പ്രഭയാണ്, റിഫ്ലക്ഷനാണെന്ന് പറയാം. അപ്പോൾ അത് കാര്യവും കാരണവുമായിരിക്കുന്നതാണ്. ഒന്ന് പരമമായ കാരണത്തെ അടയാളപ്പെടുത്താനുള്ളതാണെങ്കിൽ മറ്റത് കാര്യത്തെ അടയാളപ്പെടുത്തുന്നു. അതാണ് ശ്രീവത്സം. പിന്നെയോ വനമാലയാണ് മറ്റൊന്ന്. അതെന്താണ്? നാനാഗുണമയും പല ഗുണങ്ങളോട് കൂടിയിട്ടുള്ള, നാമങ്ങളോട് കൂടിയിട്ടുള്ള. അപ്പം മായ എന്ന് പറയുന്ന നാമം, രൂപം തുടങ്ങിയിട്ടുള്ള വൈവിധ്യങ്ങളുടെ റെപ്രസെൻറ്റേഷനാണ് വനമാല. അപ്പോൾ മൂന്നെണ്ണമായി: പ്രപഞ്ചത്തിൻ്റെ കാരണം, അതുപോലെ കാര്യമായിരിക്കുന്ന പ്രപഞ്ചം, അതിലെ വൈവിധ്യങ്ങൾ. ശംഖ് ജലതത്വത്തെ, അപാം തത്വം ധരവരം. അതുപോലെ പ്രാണതത്വത്തെ ഗദ. അഗ്നിതത്വത്തെ സുദർശനം. ജ്ഞാനത്തെ അതുപോലെ തന്നെ പത്മം. പ്രണവത്തെ, ഓംകാരത്തെ പ്രതിനിധാനം ചെയ്യുന്നു പൂണൂല്. വേദത്തെ പ്രതിനിധാനം ചെയ്യുന്നു മഞ്ഞപ്പട്ട്. ബ്രഹ്മപദത്തെ കിരീടം. പിന്നെ 2 മകരകുണ്ടലങ്ങൾ, സാങ്ക്യം യോഗം ച മകരകുണ്ടലേ. നമ്മൾ ഈ 2-ാം അധ്യായത്തിൽ കണ്ടിട്ടുള്ള സാങ്ക്യയോഗം എന്ന് പറയുന്നതിൽ കൃത്യമായി പറയുന്ന ജ്ഞാനം. മറ്റേത് യോഗം, സാങ്ക്യം യോഗം ച മകരകുണ്ടലേ എന്നാണ്. ഒന്ന് സാങ്ക്യമാണെങ്കിൽ ഒന്ന് യോഗമാണ്. അവിടെ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധ്യാനം, ധാരണ, സമാധി തുടങ്ങിയിട്ടുള്ള അഷ്ടാംഗ യോഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ഒന്ന് ജ്ഞാനമാണെങ്കിൽ മറ്റൊരു പ്രാക്ടിക്കലായിട്ടുള്ള അതിൻ്റെ പ്രാക്ടിക്കൽ വിസ്ഡം, മറ്റേത് അൾട്ടിമേറ്റ് ട്രൂത്ത്, പാരമാർത്ഥിക ജ്ഞാനം. അപ്പോൾ അതിൻ്റെ വ്യവഹാരം, അതിലേക്ക് എത്താനുള്ള വഴികൾ, ആചരണം ഇത്യാദികളൊക്കെ. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഒരാൾ ഉപാസിക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഇതിൽ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിൽ ഓം നമോ ഭഗവതേ വാസുദേവായ, അതെങ്ങനെയാണ് ആ മന്ത്രം ഓരോ അക്ഷരങ്ങളും ഓരോന്നിനെ പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുള്ളതാണ്. പോയി നോക്കിയാൽ മതി. അപ്പോൾ അതെല്ലാം സഗുണമാണെങ്കിലും അത് എത്തിക്കുക വേറൊരിടത്തേക്കാണ്. അപ്പോൾ കേവലം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ളത് വെറുതെ ഒരു ശബ്ദം അല്ല. അതിൽ ഓരോ അക്ഷരങ്ങളും റെപ്രസെൻ്റ് ചെയ്യുന്നു. എന്തിനെയൊക്കെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് വിസ്തരിച്ച് പറയുന്നുണ്ട്. നമുക്ക് ഇതേ ചാനലിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് നോക്കിയാൽ മതി, കാണാം. അപ്പം അത് ഇങ്ങനെ ഏതെങ്കിലും പ്രതീകങ്ങളിൽ, അത് ഇന്നതായിക്കൊള്ളണം എന്നില്ല, അതിലേക്ക് കൽപ്പിക്കുന്നു. അപ്പോൾ വിഗ്രഹങ്ങൾക്ക്, ഇപ്പം ഈശ്വരൻ്റെ വിഗ്രഹത്തിന് നമ്മുടെ തന്നെ രൂപം നൽകും, നമുക്ക് പരിചയമുള്ളത് കൊണ്ട് കൂടുതൽ. അല്ലാതെ ഈശ്വരൻ്റെ രൂപം നമ്മുടെ രൂപമല്ല, ഈശ്വരൻ അരൂപിയാണ്. അപ്പം നമുക്ക് നമ്മുടെ പ്രതിരൂപമായിട്ട് നമ്മുടെ കൈയും കാലും ഒക്കെ ഉള്ളത്, എന്നാൽ കുറച്ച് അമാനുഷികത അതിന് നൽകും. അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. 4 കൈകളുണ്ടാവും. അപ്പോൾ അതെല്ലാം റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഈ രൂപത്തിലൂടെ ഞാൻ ഇന്നതിനെ അറിയാനാണ് എനിക്ക് ഈ ഒരു ആലംബനം എന്നറിയണം. അതും അറിയാത്ത ആൾക്കാരുണ്ട്.
അങ്ങനെ അവരെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട്. ആ ആളുകളെ ചൂഷണം ചെയ്ത് ഉപജീവനം കഴിക്കുന്നവർ. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് ക്ഷേത്രത്തിൽ ജനിച്ചോളൂ, അവിടെ മരിക്കരുത് എന്ന് പറയണത് അതുകൊണ്ടാണ്. ക്ഷേത്രം നമ്മളെ സഹായിക്കും കുറച്ചൊക്കെ, പക്ഷെ അതൊന്ന് പുറത്തു കിടക്കണം. എന്തായാലും ഇവിടെ അർജുനൻ ചോദിക്കുന്ന ആ ചോദ്യം, അപ്പം ഇതിലേതാണ് സഗുണമാണോ നിർഗുണമാണോ, ഭക്തനാണോ ജ്ഞാനിയാണോ, ആരാണ് ശ്രേഷ്ഠന്മാർ, ഏതാണ് ശരിയായ വഴി എന്ന് അർജുനൻ ചോദിക്കുന്നുണ്ട്. അർജുനൻ്റെ ചോദ്യം, ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസതേ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഹ. തേഷാം, ഇവരിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ളത് ആരാണ്? അങ്ങയെ ഉപാസിക്കുന്നു. എങ്ങനെ ഉപാസിക്കുന്നു? ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനു മുമ്പ് ഭഗവാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? 4 പ്രകാരത്തിൽ ആളുകൾ എന്നെ സമീപിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ചതുർവിധ ഭജന്തേ മാം യേ സുഹൃത്തിനോ അർജുന ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. ആർത്തൻ, ദുഃഖിതനാണവൻ. പല കാരണങ്ങളായിരിക്കാം. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ വേർപാട് അവനെ വല്ലാതെ വലയ്ക്കുന്നു. ഒരാശ്രയം, അവന് എന്തെങ്കിലും കുറച്ചെങ്കിലും ഒരു റിലീഫ് കിട്ടുന്നത് ഭഗവാനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നൊന്ന് എന്നെ മോചിപ്പിക്കണേ എന്നൊക്കെ പറയുമ്പോഴാണ്. അപ്പോൾ പല വിധത്തിലുള്ള ദുഃഖങ്ങളുണ്ട്. നമുക്കറിയാം ദുഃഖങ്ങൾ 3 ആദിദൈവികം, ആദിഭൗതികം, ആധ്യാത്മികം. പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന, പ്രകൃതി ശക്തിയിൽ നിന്നുണ്ടാകുന്ന ഉരുൾപൊട്ടൽ, സുനാമി, കൊടുങ്കാറ്റ്, പേമാരി ഇത്യാദികളൊക്കെ. പിന്നെ ചുറ്റുപാടിൽ നിന്നുണ്ടാകുന്ന കള്ളന്മാരും കൊള്ളക്കാരും വല്ല വന്യമൃഗങ്ങളും ഒക്കെ അതിൽപ്പെട്ടതാണ്. അതിൽ നിന്നുണ്ടാകുന്ന ഭീഷണി, അത് ഹേതുവായി നമ്മൾ അനുഭവിക്കുന്ന ദുഃഖം അതിഭൗതികം. പിന്നെയുള്ളതോ ആധ്യാത്മികം, അവനവനിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന കുറേയൊക്കെ അവനവൻ്റെ വേണ്ടാധീനങ്ങൾ, ആലസ്യവും നിദ്രയും തുടങ്ങിയിട്ടുള്ളതും, പിന്നെ പരമ്പരാഗതമായി കിട്ടിയിട്ടുള്ള ചില അസുഖങ്ങൾ ഉണ്ടാവാം. പിന്നെ താൻ തന്നെ വരുത്തി വെച്ച അസുഖമുണ്ട്, തൻ്റെ കുത്തഴിഞ്ഞ ജീവിതം ഹേതുവായി. അതൊക്കെ ദുഃഖം ഉണ്ടാക്കും. അപ്പം ദുഃഖിതൻ എന്നെ സമീപിക്കുന്നു, ആർത്തൻ. അർത്ഥാർത്ഥി, ധനം വേണം എന്നുള്ളവൻ, അവന് കാശ് കിട്ടണമെന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ, അതിനും ഭഗവാനെ ആശ്രയിക്കുന്നു. അർത്ഥാർത്ഥി. പിന്നെയുള്ളത് ജിജ്ഞാസുവാണ്, അറിയാൻ ആഗ്രഹമുള്ളവൻ. അവനിത് എന്താണെന്ന് അറിയണം. എന്താണ് ഈ പരിപാടി, ഭഗവാൻ എന്താണ്, ഇത്യാദി കാര്യങ്ങളൊക്കെ അറിയാനുള്ള താല്പര്യം, ജിജ്ഞാസു. പിന്നെ ജ്ഞാനി, അറിഞ്ഞവൻ. ഇങ്ങനെ ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരതർഷഭ. ഇവരൊക്കെ ആരാണ്? ശ്രേഷ്ഠന്മാരാണ്. സുഹൃതിനഹ, സുഹൃതികളാണ്. പക്ഷേ എനിക്ക് പ്രിയപ്പെട്ടവൻ ജ്ഞാനിയാണ്, അതുകൊണ്ട് നീ ജ്ഞാനിയാവൂ എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അർജുനൻ വീണ്ടും ചോദ്യം ചോദിക്കുകയാണ്. ഇതിൻ്റെ രണ്ടിലും ഒരു വ്യക്തത ഉണ്ടാക്കേണ്ടതുണ്ട് അർജുനന്. അതുകൊണ്ട് യേ ഭക്താഹ ത്വാം പര്യുപാസത്തെ, അങ്ങയെ ഉപാസിക്കുന്നു. ഇനി യേ അവ്യക്തം അക്ഷരം ഉപാസത്തെ, അങ്ങ് അചിന്ത്യനാണ്, അവ്യക്തനാണ്, അരൂപനാണ് എന്നുള്ള തിരിച്ചറിവിൽ പ്രത്യേകിച്ച് രൂപങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ സ്വീകരിക്കാതെ, ശങ്കര ഭഗവത്പാദരുടെ ക്ഷമാപണം ഓർമ്മയുണ്ടാവുമല്ലോ. രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യാനേന യത് കൽപ്പിതം സ്തുത്യാ നിർവചനീയതാഖില ഗുരോ ദൂരീകൃത യന്മയ വ്യാപ്തിത്വം ച നിരാകൃതം ഭഗവതോ യത് തീർത്ഥയാത്രാദിന ക്ഷന്തവ്യം ജഗദീശ തദ്വികലതാം ദോഷത്രയം മത്കൃതം.
രൂപമില്ലാത്ത അങ്ങേക്ക് ഞാൻ രൂപം ഉണ്ടാക്കി ധ്യാനിച്ചു. വാക്കുകൾക്ക് വചിക്കാൻ പറ്റാത്ത അങ്ങേക്ക് ഞാൻ സ്തോത്രങ്ങളെ ഉണ്ടാക്കി. അപരിമേയമായ ദിക്കുകളൊന്നുമില്ല കാലാതിവർത്തിയായിട്ടുള്ള അങ്ങേക്ക് ഞാൻ തീർത്ഥാടനം നടത്തി ദിക്ക് പരിമിതപ്പെടുത്തി. ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ പൊറുക്കണം എന്ന് പറയുന്നത് എന്താ? ആ ആരാധന ചെയ്യുമ്പം ഉണ്ടായിരിക്കേണ്ടുന്ന നമ്മുടെ മാനസികാവസ്ഥയാണ്. ഇതുകൊണ്ട് ഞാനത് നേടി എന്നല്ല, മറിച്ച് ഇതുകൊണ്ടൊന്നും തന്നെ സാധ്യമല്ല, അതിനപ്പുറത്താണത്. അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ചെയ്യണം. കുറേ ദൂരം നടക്കുക, എന്നിട്ട് ഇരിക്കുമ്പോൾ നല്ല സുഖം കിട്ടും. പിന്നെ നടക്കാതെ ഇരുന്നൂടെ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് കുറേ നടന്നിട്ട് തന്നെ ഇരിക്കണം, അപ്പോഴാണ് അതിൻ്റെ രസം. ചിലർ പറയും നല്ല വിശക്കുമ്പോഴാണ് ഭക്ഷണം കിട്ടേണ്ടതെന്ന് പറയും. വെറുതെ ഇങ്ങനെ കഴിക്കരുത്. അതെ, വിശക്കുമ്പോൾ ഇങ്ങനെ വിശന്നിങ്ങനെ പൊരിഞ്ഞ് വലഞ്ഞിരിക്കുമ്പോൾ കഴിച്ച ഭക്ഷണമൊന്നും ഇന്നും ഓർമ്മയിലുണ്ടാവും. എന്തൊരു സ്വാദായിരുന്നു എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, വെറും പരിപ്പ്. ആ പരിപ്പിൽ ഞാൻ നോക്കുമ്പം ചെറിയ ഉള്ളിയുണ്ട്. അതിങ്ങനെ ചെറിയ ഉള്ളി അതിങ്ങനെ ആ മുഴുവനായിട്ടാണ് ഉള്ളത്. പിന്നെ കടുക് പൊട്ടിച്ചിട്ടിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്, പച്ചമുളക് ചീന്തിയതുണ്ട്. ഇത്രയേ ഉള്ളൂ അതിൽ. പരിപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറിയ മഞ്ഞ നിറമുണ്ട്. എന്താ അതിൻ്റെ ടേസ്റ്റ് എന്നറിയോ? നമ്മളിപ്പോൾ നെയ്യ് വരെ ഇട്ട് നോക്കി, അങ്ങനെ ഉണ്ടാക്കി നോക്കി. കടുക് വെറുതെ വെളിച്ചെണ്ണയിൽ പൊട്ടിക്കുന്നതിന് പകരം നെയ്യിൽ പോരാ. അന്നത്തെ അത്ര പോരാ. എന്താ കാരണം? അന്ന് അങ്ങനത്തെ വിശപ്പുണ്ടായിരുന്നു. ഇപ്പം അതിൽ പലതും ആഡ് ഓൺ ചെയ്തു. ഒരു 4 പച്ചമാങ്ങ ഇട്ട് നോക്കി, 2 മുരിങ്ങക്കായ് ഇട്ട് നോക്കി, മുരിങ്ങാപ്പൂ ഇട്ട് നോക്കി, അത്ര വരുന്നില്ല. പിന്നെ അതേപോലെ ചേമ്പിൻ്റെ തണ്ടും ഇതേപോലെ താള് കറി. എന്താണ് താള് കറിയും ഉണ്ണിത്തണ്ടിൻ്റെ ആ വാഴയുടെ ഉള്ളിലുള്ള ഉണ്ണിത്തണ്ട്, ഉണ്ണിക്കാമ്പ് എന്നൊക്കെ പറയും, അതിൻ്റെ ഒരു തോരൻ. അതും ഇതേപോലെ വെറുതെ ഒരു ചുവന്ന മുളകും കടുകും പൊട്ടിച്ചിട്ടതാണ്. 2-3 ഉള്ളിയും പേരിന് ഉണ്ട്. പിന്നെന്തോ ഉഴുന്നുപരിപ്പ്, അങ്ങനെ എന്തോ ഉണ്ട്. എന്താ ടേസ്റ്റ്! അതെ, എന്തായാലും സഗുണവും നിർഗുണവും ഇവിടെ അങ്ങനെ അങ്ങേ നിർഗുണ രൂപത്തിൽ ധ്യാനിക്കുന്നു. ഇതിലേതാണ് കേമം എന്നാണ് അർജുനൻ്റെ ചോദ്യം. ഭഗവാൻ ഉത്തരം പറയും. ശ്രീ ഭഗവാനുവാച മയ്യാവേശ്യ മനോ യേ മാം നിത്യയുക്തോ ഉപാസതേ ശ്രദ്ധയാ പരയോപേതാഃ തേ മേ യുക്തതമേ മതാഃ തേ മേ യുക്തതമാ മതാഃ. മയി ആവേശ്യ മനോ യേ മാം. യേ ആരൊക്കെയാണോ മയി മനഃ ആവേശ്യ നിത്യയുക്താഃ, മനസ്സ് എന്നിൽ മനസ്സിനെ, എന്നിൽ എന്ന് പറയുമ്പോൾ പരമാത്മാവിനെ, പരമമായ കാരണത്തിലേക്ക് മനസ്സിനെ പൂർണ്ണമായി സന്നിവേശിപ്പിച്ച് ആവേശ്യ നിത്യയുക്ത, അതിനോട് യോഗം ചേർന്നവരായി. എങ്ങനെ? പരയാ ശ്രദ്ധയാ ഉപേതാഹ. പരയാ ശ്രദ്ധയാ, പാരയാ ശ്രദ്ധയാ എന്നല്ല, പാര വയ്ക്കുന്നതിൽ ശ്രദ്ധ എന്നല്ല. നമ്മളിൽ പലർക്കും അതിലാണ് ശ്രദ്ധ, പാര വയ്ക്കാൻ. പരയാന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത്യന്തം
ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തുവിനെ കൊണ്ടോ പരിമിതപ്പെടുത്താത്തത്. എനിക്ക് ഗുരുവായൂരേ ഉള്ളൂ ഭക്തി, വേറെ എവിടെയും ഭക്തിയില്ല, മറ്റ് ക്ഷേത്രമൊന്നും എനിക്ക് ശരിയാവില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തുവിനെ കൊണ്ടും പരിമിതമല്ലാത്തതായിട്ടുള്ള ഭക്തി, അതാണ് പരയാഭക്തി. പരാഭക്തി അങ്ങനെയുള്ള ശ്രദ്ധയാ, അത്തരത്തിലുള്ള ശ്രദ്ധയോടുകൂടി ഉപേതാഹ കൂടിയവരായിട്ട് യേ മാം ഉപാസത്തെ, യേ ആരൊക്കെയാണോ മാം എന്നെ ഉപാസത്തെ ഉപാസിക്കുന്നത്. ആരാണ് അങ്ങനെ എന്നെ ഉപാസിക്കുന്നത്? തേ അവർ യുക്തതമാഹ മേ മതാഹ, അവർ എൻ്റെ അഭിപ്രായത്തിൽ ശ്രേഷ്ഠന്മാരാകുന്നു. അർജുനൻ ഈ രണ്ടുപേരെയാണ് ചോദിച്ചത്. ഭഗവാൻ ഇവിടെ നൽകിയ മറുപടി എന്ന് പറയുന്നത്, ഇവരെനിക്ക് ശ്രേഷ്ഠന്മാരാണ്. എന്താ ഇവർ ചെയ്യുന്നത്? എന്നിൽ, പരമാത്മാവിൽ, ഭഗവാനിൽ മനസ്സിനെ സമ്പൂർണമായി പ്രവേശിപ്പിച്ചിട്ട്. എങ്ങനെ ഈ മനസ്സിനെ സമ്പൂർണമായി പ്രവേശിപ്പിക്കുക? മനസ്സിങ്ങനെ പലയിടത്തും അലഞ്ഞു തിരിയുമല്ലോ. അപ്പോൾ ആ പലയിടത്തുനിന്നും അലഞ്ഞു തിരിയുമ്പോൾ അതിനെ പിടിച്ചു കൊണ്ടുവന്ന് ഭഗവാനിലേക്ക് വീണ്ടും ഇങ്ങനെ സമർപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ? അത് നടക്കുന്ന കാര്യമാണോ എന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്, നടക്കുന്ന കാര്യമല്ല. കാരണം നിങ്ങൾ ഈ മനസ്സ് പലയിടത്തേക്കും തിരിയുമ്പം അവിടുന്ന് പിടിച്ചിങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ? അവിടെ ചെറിയൊരു അവിവേകത്തിൻ്റെ പ്രശ്നമുണ്ട്. അത് തന്നെയാണ് പ്രശ്നം. അതെന്താണ്? മനസ്സ് എവിടേക്ക് വേണമെങ്കിലും പോട്ടെ, പക്ഷെ പോകുന്ന ഇടമെല്ലാം അതാണെന്നറിഞ്ഞാലോ പിന്നെ അതിനെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കൊണ്ടുവരാനും കൊണ്ടുപോകാനും ഇല്ല. കാരണം ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു പരിമിതമായിട്ടുള്ള ഒരിടത്തുള്ളതല്ല. നിങ്ങൾ അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ അങ്ങനെ പ്രശ്നമുണ്ട്. ഇത് ചിലരൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അതങ്ങനെ മനസ്സിലാക്കും. അതിന് ചില ഉദാഹരണങ്ങളൊക്കെ പറയുവേ, ആ ഉദാഹരണങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ കയറി പിടിക്കുകയും ചെയ്യും. രാമകൃഷ്ണദേവൻ പറയുന്ന ഉദാഹരണം പറയും, അപ്പം നമ്മളതിൽ പിടിക്കും. എന്താ രാമകൃഷ്ണദേവൻ പറയുന്നത്? ഈ ഭൂതത്തിനെ കുറ്റിയിൽ കയറ്റുക, പണി കൊടുക്കുന്ന ഒരാൾക്കൊരു പണിക്കാരനെ കിട്ടിയെന്നാ ഭൂതം. ഇവൻ എന്ത് പണിയും ചെയ്യും, പക്ഷെ അവന് പണിയില്ലെങ്കിൽ ഇവൻ യജമാനെ പിടിച്ചു തിന്നും. അവന് പണി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം രാവിലെയായി തോട്ടം നനയ്ക്കാനും വിറക് കീറാനും വീട് വൃത്തിയാക്കാനും ഇതൊക്കെ പറഞ്ഞു ഇവൻ ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് ചെയ്ത് തീർക്കും. എന്താണ് അടുത്തതെന്ന് ചോദിക്കും. പിന്നെ ഒരു പണിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഇവൻ ഇതാക്കും. അപ്പോൾ ഈ ഗുരു പറഞ്ഞു അത്ര, ഇവനെ ഒരു മരത്തിൻ്റെ കുറ്റി ഉണ്ടാക്കാൻ പറയാം. ആ കുറ്റി നന്നായി പോളിഷ് ചെയ്യാൻ പറയാം. നന്നായി ഇവൻ നല്ല അസലായിട്ട് പോളിഷ് ചെയ്ത് വെച്ചു. അതിന് മുകളിൽ എണ്ണ ഒഴിക്കാൻ പറയാം. എണ്ണ ഒഴിച്ചു മുകളിൽ കയറാൻ പറയാം. അപ്പോൾ ഇങ്ങനെ കയറുന്നതിനനുസരിച്ച് താഴേക്ക് വരും. വീണ്ടും ഇത് തന്നെ, മുകളിലവന് എത്താൻ പറ്റില്ല, താഴേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ അവിടുന്ന് കൊണ്ട് വിളിക്കുക, എന്നിട്ട് പണിയെടുപ്പിക്കുക. അപ്പോൾ ഇതേപോലെ ഈശ്വരനാകുന്ന ഈ കുറ്റിയിൽ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ വ്യാപരിപ്പിക്കുക എന്ന് പറയും. നടക്കുമോ എന്ന് ചോദിച്ചാൽ നടക്കൂല. നല്ല എളുപ്പമുള്ള പണി എന്താന്ന് പറഞ്ഞാൽ, ശരിയായ പണി എന്താ പറഞ്ഞാൽ ഇതാണ്. ഇവൻ എവിടെ വേണമെങ്കിൽ പോട്ടെ, പോകുന്ന ഇടം എന്താണ്? ഇതാണ്. ഇവനാകെ കൺഫ്യൂഷനായി പോകും. അപ്പോഴെന്താണെന്നറിയോ, നമ്മൾ ഈ എതിര് എന്നുള്ള പരിപാടി നമ്മളിൽ നിന്ന് തന്നെ പോകും. എതിരായിട്ട് ഇതാണ് ഈ ആധ്യാത്മികതയുടെ വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത്. അതാണ്. അതുകൊണ്ടാണ് പലരും ഈ ആവണക്കെണ്ണ കുടിച്ചതുപോലെ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ സിനിമ കാണരുത്, അങ്ങോട്ട് തിരിയരുത്, ഇങ്ങോട്ട് തിരിയരുത് എന്നൊക്കെ ഇവരെന്തൊക്കെയോ അബദ്ധ ജടിലങ്ങളായിട്ടുള്ള ചിന്തകളിൽ പെട്ടുഴലുകയാണ്. ഇന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടിക്കൂടാ,
അവരൊക്കെ വ്യവസ്ഥീകരിക്കപ്പെട്ട മനസ്സിൻ്റെ ഉടമകളാണ്. ഇത് വ്യവസ്ഥീകരിക്കപ്പെട്ടിട്ടുള്ളതല്ല. ഇതെല്ലാം നമ്മുടെ എന്താ പറയുക, പരിമിതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് മുഴുവൻ, ആ പരിമിതികളെ മുഴുവൻ അതിവർത്തിക്കേണ്ടതാണ്. അപ്പോഴേ നമുക്കതിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഭഗവാൻ ഇവിടെ മനസ്സ് അതിൽ സന്നിവേശിപ്പിക്കാൻ പറയുമ്പോൾ ഇതാണ് ഓർക്കേണ്ടത്. അയ്യോ മനസ്സ് അങ്ങോട്ട് പോയല്ലോ ഇങ്ങോട്ട് പോയല്ലോ, പോട്ടെ, എന്നാൽ പോകുന്ന എങ്ങോട്ട് വേണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ തോന്നിയതുപോലെ ആണോ? അല്ല. അപ്പോൾ അവിടെ അത് വേണം, അതിലാണത് പോകുന്നത് എന്നറിയുമ്പോൾ ഒരറിവാണത്, പിന്നെ എങ്ങോട്ടും കൊണ്ടുവരാനില്ല. അതാണ് ആവേശ്യ നിത്യയുക്ത പരയാ ശ്രദ്ധയാ ഉപയത യേ മാം ഉപാസതേ, ആരാണോ അങ്ങനെ എന്നെ ഉപാസിക്കുന്നത്, തേ യുക്തതമ, ഒരു ശ്രേഷ്ഠന്മാരാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നീ ചോദിച്ചുവല്ലോ. ഏതായാലും ആ സഗുണ ഉപാസന, ഇവിടെ ഒരു സഗുണ ഉപാസനയെക്കുറിച്ചാണ് പറയുന്നത്. ആ സഗുണ ഉപാസകന്മാർ ശ്രേഷ്ഠന്മാർ തന്നെയാണ്. കാരണം അവർ ഇത്രയുമാണെങ്കിൽ ശ്രേഷ്ഠന്മാരാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തുടർന്ന് ഭഗവാൻ പറയും, യേ ത്വക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ സർവത്ര ഗമചിന്യം ച കൂടസ്ഥമചലം ധ്രുവം സംനിയേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. സംനിയമ്യേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാം ഏവ സർവഭൂതഹിതേ രതാഃ. ഈ 3ഉം 4ഉം ശ്ലോകങ്ങൾ ഒരുമിച്ചാണ് അന്വയിപ്പിക്കേണ്ടത്. അതങ്ങനെയാണ് ഇരിക്കുന്നത്. ഭഗവാൻ പറയുന്നു ഇവിടെ എന്തു വേണം? ഏതു അക്ഷരം അനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസതേ സർവത്രകം അചിന്യം ച കൂടസ്ഥം അചലം ധ്രുവം. എല്ലാം നിർഗുണ ഉപാസനയുടെ ഉപനിഷത്തിലെ ബ്രഹ്മത്തിൻ്റെ നിർവചനങ്ങളായിട്ടുള്ള ശബ്ദങ്ങളാണ്. അതിന് സംനിയമ്യ ഇന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാം ഏവ സർവഭൂത ഹിതേരതാഃ. ഇന്ദ്രിയഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുൾപ്പെടെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും. ഇന്ദ്രിയഗ്രാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയ കൂട്ടങ്ങളാണ്, അതിലെല്ലാം പെടും മനസ്സുൾപ്പെടെ. അതിനെയെല്ലാം സംയമ്യ സമ്യക്കാകും വണ്ണം നിയമനം ചെയ്ത് സ്വതന്ത്രമായി എന്താ പറയുക, തോന്നിയതുപോലെ അഴിച്ചു വിടുക എന്നുള്ളതല്ല, മറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അതാണ് ഓർമ്മ വേണ്ടത്. നിയമനം എന്ന് പറഞ്ഞാൽ അതാണ്. അതല്ലാത്തൊരിടമില്ല എന്ന നല്ല ബോധ്യം ഉണ്ടെങ്കിൽ പിന്നെ അതിനെങ്ങോട്ടും പോകാനില്ല. അതാണ്. അല്ലെങ്കിൽ അത് ബലമായിട്ട് നമ്മളെ വലിച്ചു കൊണ്ടുപോകും. അങ്ങനെ ഇന്ദ്രിയഗ്രാമം സംയമ്യ സർവത്ര സമബുദ്ധയഃ, സർവത്ര എല്ലായിടത്തും സമബുദ്ധയഃ, സമബുദ്ധി, സമം ഹി ബ്രഹ്മ, ആ ബ്രഹ്മബുദ്ധിയുള്ളവനായിട്ട് സർവഭൂതഹിതേരതാഃ, പ്രപഞ്ചത്തിലെ ഒരു ജീവജാലങ്ങളോടും ഒരു തരത്തിലുള്ള അറപ്പോ വെറുപ്പോ ഏതെങ്കിലും വിധത്തിലുള്ള വിദ്വേഷമോ രാഗദ്വേഷങ്ങളോ കൂടാതെ സർവഭൂതാനാം അദ്വേഷ്ട, ഒന്നിനോടും. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു പീഡയൊരു ഉറുമ്പിനും വരുത്തരുത്. അതാണ്. ഉറുമ്പിൻ്റെ പീഡയിൽ പോലും ജാഗ്രതയുള്ളവൻ. അങ്ങനെ സർവഭൂതഹിതേരതാഃ. അങ്ങനെ ആരാണോ ഏതു
ആരൊക്കെയാണോ, ഇനി ഭഗവാന്റെ ആ നിർഗുണ ഉപാസനയുടെ മാനദണ്ഡം പറയുക. എന്താണ്? അനിർദ്ദേശ്യം, ഇന്ന പ്രകാരത്തിലെന്ന് നിർദ്ദേശിക്കാൻ പറ്റാത്തതായിട്ടുള്ള അനിർദ്ദേശ്യം. അതുപോലെ അവ്യക്തം, വ്യക്തമല്ലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിനും മൂക്കിനും നാക്കിനും ത്വക്കിനും ചെവിക്കും ഒന്നും വിഷയമായി ഭവിക്കാത്ത, ഇതിനൊന്നും പിടികിട്ടുന്നില്ല എങ്കിൽ അത് അവ്യക്തമാണ്. അവ്യക്തം. അചിന്ത്യം, ചിന്തിച്ചുറപ്പിക്കാം എന്ന് കരുതിയാൽ അതിനും സാധ്യമല്ല. അചിന്ത്യം. കൂടസ്ഥം, കൂടസ്ഥം എന്ന് പറഞ്ഞാൽ ഇളക്കമില്ലാത്തത്. മറ്റുള്ളതൊക്കെ ഇളകുമ്പോൾ ഇത് ഇളകാത്തതാണ്. അതാണ് കൊല്ലൻ്റെ ആ പണിപ്പരയിലുള്ള വലിയ ഇരുമ്പ് കട്ടിക്കാണ് കൂടസ്ഥം എന്ന് പറയുക. മറ്റുള്ളതൊക്കെ എന്താ പറയുക, മാറ്റം ഉണ്ടാവും, പക്ഷേ ഇതിന് മാറ്റമില്ലാത്തത്. അതുകൊണ്ടാണ് ഇതിന് ഇവിടെ കൂടസ്ഥം എന്ന് പറയും. കൂടസ്ഥം. അചലം, ചലനരഹിതമാണ്. ധ്രുവം, ശാശ്വതമാണ്, ഉയർന്നു നിൽക്കുന്നതാണ്. സർവത്രകം, എല്ലായിടത്തും വ്യാപിച്ചു നിൽക്കുന്നതാണ്. ആ അക്ഷരം, ക്ഷരരഹിതം. ഏ പര്യുപാസതേ, ആരാണോ അതിനെ അങ്ങനെ ഉപാസിക്കുന്നത്, തേ അവരും മാം ഏവ പ്രാപ്നുവന്തി, അവരും എന്നെ തന്നെ പ്രാപിക്കുന്നു. തുടർന്ന് ഭഗവാൻ ഈ നിർഗുണ ഉപാസനയുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയും. ഈ സഗുണ ഉപാസനയെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു. അങ്ങനെ സഗുണ ഉപാസന ചെയ്യുന്ന അതിൻ്റെ രഹസ്യം, സഗുണ ഉപാസന ചെയ്യുന്നവർ എനിക്ക് പ്രിയപ്പെട്ടവരാണ്. നിർഗുണ ഉപാസനയുടെ കാര്യം പറഞ്ഞപ്പോഴോ, തേ മാം ഏവ പ്രാപ്നുവന്തി, അവരെന്നെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് പിന്നെ വേറിട്ട ഒരു അസ്തിത്വം, നിലനിൽപ്പ് എന്ന് പറയുന്നതില്ല. എന്നാൽ അത് കുറച്ച് എളുപ്പമല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നിർഗുണോപാസനയെക്കുറിച്ച് പറയുകയാണ് ഭഗവാൻ. അത് എളുപ്പമല്ലേ എന്ന് ചോദിച്ചാൽ അത്ര അങ്ങോട്ട് എളുപ്പമല്ല എന്നുള്ളത്. എന്താണ് അതിലെ ബുദ്ധിമുട്ട്? ആ ബുദ്ധിമുട്ടിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് 5ാമത്തെ ശ്ലോകത്തിൽ. ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹി ഗതിർദുഃഖം ദേഹവദ്ഭിരവാപ്യതേ. ക്ലേശോധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താഹി ഗതിർദുഃഖം ദേഹവദ്ഭിഹി അവാപ്യതേ. എന്താണ് അവ്യക്താസക്തചേതസാം? നിർഗുണ ബ്രഹ്മത്തിൽ അതിൽ ആസക്തന്മാരായിട്ടുള്ളവരെ സംബന്ധിച്ച് തേഷാം അവർക്ക് ക്ലേശ അധികതര, അവർക്ക് ക്ലേശം കുറച്ച് കൂടും, ക്ലേശം കൂടുതലാണ്. എന്താണ് അവിടുത്തെ ക്ലേശം? ഹി എന്തെന്നാൽ അവ്യക്ത ഗതി, ആ അതിൻ്റെ ഗതി, നിർഗുണ ഉപാസന മാർഗം, ദേഹവദ്ഭിഹി ദുഃഖം അവാപ്യതേ. ദേഹവദ്ഭിഹി, ഭഗവത്പാദര ആചാര്യസ്വാമികൾ ഈ ദേഹവദ്ഭിഹി എന്നുള്ളതിന് കൃത്യമായ അതിമനോഹരമായ സുന്ദരമായ ഒരു ഭാഷ്യം ചമയ്ക്കുന്നുണ്ട്. ദേഹാഭിമാനവദ്ഭിഹി ദുഃഖം അവാപ്യതേ. ശരീരത്തിൽ ഞാൻ എന്ന ബുദ്ധി ഉള്ളവന്, ഞാൻ ശരീരമാണ് എന്ന് ആർക്കാണോ ഉറപ്പുള്ളത്, ആ ബോധ്യത്തിൽ എപ്പോഴും അതിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ ശരീരാഭിമാനി, അതാണ് ദേഹവദ്ഭിഹി എന്ന് പറയുന്നത്. ശരീരമുള്ളവന് എന്നല്ല. ശരീരം ആർക്കാണ്? ശരീരമുണ്ട്, പക്ഷേ ശരീരത്തിൽ ഞാനെന്നും എൻ്റേതെന്നും ഉള്ള അഭിമാനം ഉള്ളിടത്തോളം കാലം ദുഃഖം അവാപ്യതേ, അവർക്ക് എന്തുണ്ടാവും? ദുഃഖം ഉണ്ടാവും, ബുദ്ധിമുട്ടാണ്. അപ്പം നിർഗുണോപാസന എന്നുള്ളത്
ശരീരത്തിൽ നിന്ന് വീട് വിട്ടിറങ്ങണം. വീട് വിട്ടിറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ശരീരത്തിൽ ഞാനെന്ന ബുദ്ധിയെ വെടിയണം. നിജഗൃഹാത് തൂർണം വിനിർഗമ്യതാം. തുടർന്ന് ഇനി അങ്ങോട്ടേക്ക് ഭഗവാൻ വളരെ മനോഹരമായി ഇതിൻ്റെ ലളിതമായ പദ്ധതികളെക്കുറിച്ച് പറയുന്നതാണ്. സഗുണത്തിൻ്റെയും നിർഗുണത്തിൻ്റെയും ഒക്കെ തന്നെ എങ്ങനെ നമ്മുടെ ആരാധന സംവിധാനം, ആരാധനാക്രമം നമുക്ക് ഒരു ചിട്ടയായ ആരാധന, അതിനെക്കുറിച്ചാണ് ഭഗവാൻ നാളെ പറയാൻ പോകുന്നത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.